ഞാൻ 2 കായും ഒരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണേ, നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ. ഇനി നമുക്കത് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ, ചേന, ഇനി ഇതിലേക്ക് നമ്മളൊരല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് 2 വിസിലെടുക്കണേ. 2 വിസിലെടുക്കുന്ന സമയമാകുമ്പോഴേക്ക് ഇത് നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടുമേ. ഇനി ഇതിനൊരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് നാളികേരത്തിലേക്ക് കുരുമുളക്, ജീരകം, ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നമ്മളിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണേ. വെള്ളം അധികം ആവരുത്. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവാൻ വെച്ചിരിക്കുന്ന കായും ചേനയും ഉണ്ടല്ലോ, അത് വേവായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കരണ്ടി വെച്ച് വേണമെങ്കിൽ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുണ്ടല്ലോ, ഈ കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണല്ലോ എലിശ്ശേരി അല്ലേ. ഇനി നമ്മൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചുകൂടി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊരു താളിപ്പ് റെഡിയാക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക്, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു മുറി നാളികേരമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നാളികേരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നാളികേരം കൂടുതലാണെന്ന് വെച്ചാൽ എലിശ്ശേരിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാവണേ. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കായ, ചെറുപയർ, ചേനയുടെ കൂട്ടുണ്ടല്ലോ, അതുകൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ സ്പെഷ്യൽ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ.